കേരളത്തിൻ്റെ ലാൻഡ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് പോലെയാണ്. അവിടെ ഒരു മഴവെള്ള സംഭരണി ആവശ്യമുള്ളൂ. എല്ലാവരും ഈ കിണറെന്ന് പറഞ്ഞാൽ എന്തൊരു ടാങ്ക് പോലെ അവർ വിചാരിക്കും. ആക്ച്വലി കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ മഴ പെയ്തിട്ട് ഒരു 10-20 മീറ്റർ അരിച്ചിറങ്ങിയിട്ട് ശുദ്ധമായ വെള്ളമാണ് ഈ കിണറ്റിൽ വരുന്നത്. അല്ല നമ്മുടെ കിണറ്റിൽ മാത്രമുള്ളൊരു സാധനമല്ല, ആ പ്രദേശത്തുള്ളൊരു ഒരു വാട്ടർ ബോഡിയാണ് അണ്ടർഗ്രൗണ്ട്. അതിലേക്ക് നമ്മൾ കിണർ വഴി ആക്സസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ചിലരെന്ത് ചെയ്യുന്നു, ഈ റൂഫിൻ്റെ മേളിൽ നിന്നുള്ള പൈപ്പിൽ മഴവെള്ളം കൊണ്ടുവന്നിട്ട് എന്തോ അരിപ്പയൊക്കെ കരിയോ അതെന്നൊക്കെ ഇട്ട് ഇതിലേക്ക് തുറന്നു വിടണമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. വെള്ളം ചീത്തയാവും. നമ്മുടെ കിണറ്റിലെ മാത്രമല്ല, ആ പ്രദേശത്തുള്ള എല്ലാ കിണറുകളും ചീത്തയാവും. ഏതെങ്കിലും ഒരാളുടെ അരിപ്പ വർക്ക് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവും സ്ഥിതി. കുറേ പൊടിയും എല്ലാം കൂടെ വന്നിട്ട് ഒരു കിണറ്റിൽ കലർന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ അണ്ടർഗ്രൗണ്ട് വെള്ളത്തിലും അതാവും. ഇത് നമുക്ക് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഈ സാധനം. ഇങ്ങനെ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കുന്നത് നമ്മുടെ ക്ലയൻസിനോട് ഞാൻ പറയും. മഴവെള്ളം താഴാനുണ്ടെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് താഴത്തെ കിണറിൻ്റെ 7 അയലത്ത് പോലും വേഴരുത് എന്നാ പറയും. കാരണം നമ്മുടെ കിണറ്റിനുള്ളിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ മേളിൽ നിന്ന് മഴവെള്ളം ഉണ്ടായിട്ടുണ്ടായതല്ലല്ലോ, ഭൂഗർഭ ജലത്തിലുള്ളതാണ്.